13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു കവിയും രാഷ്ട്രീയക്കാരനൊക്കെയാണ് ഡാൻറ്റെ എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ ഈ ഡാൻറ്റെ എന്ന് പറയുന്ന ആൾ ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ചില രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ കാരണം ഡാൻറ്റെ തൻ്റെ സ്വന്തം ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. അപ്പോൾ അയാൾ വളരെയധികം വിഷമിച്ച് വളരെയധികം ദുഃഖിതനായിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ സ്വന്തം ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. അയാൾക്ക് വേറെ ബന്ധുക്കളും കാര്യങ്ങളൊന്നുമില്ല, അയാൾക്ക് ആരുമില്ല, അയാൾ ഏകാന്തതയുടെ ഒരു ഏറ്റവും അറ്റത്ത് ജീവിതത്തിൻ്റെ ഏറ്റവും വേസ്റ്റ് സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു സമയം. ആ സമയത്ത് അയാൾ ഒരു ബുക്ക് എഴുതുന്നു. ആൻഡ് 726 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1300 എഴുതിയ ഈ ബുക്ക് 726 വർഷങ്ങൾക്ക് ശേഷം ഇന്നും ചർച്ചയാവുന്നുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ പുറകിൽ ഒരു വ്യക്തമായിട്ടുള്ള കാരണം കാണും. അപ്പോൾ ഈ ബുക്കിൻ്റെ പേരെന്ന് പറയുന്നത് ഡിവൈൻ കോമഡി എന്നാണ്. അപ്പോൾ ഈ ബുക്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻറ്റെ തൻ്റെ സ്വന്തം ജീവിതത്തിലൂടെ നരകത്തിലും ശുദ്ധീകരണ സ്ഥലത്തിലും അത് കഴിഞ്ഞ് സ്വർഗത്തിലും പോകുന്ന ഒരു യാത്രയാണ് ഈ ബുക്കിൽ ആക്ച്വലി വിവരിക്കുന്നത്. ആൻഡ് എന്തുകൊണ്ട് ഇത്രയും കാലത്തിന് ശേഷം ഈ ബുക്ക് ഇന്നും ഇത്രയും അധികം ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഡീറ്റെയിലിംഗ് ആണ്. ഇതിനകത്ത് ഡാൻറ്റെ ഡീറ്റെയിൽ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ നരകം ആയിക്കോട്ടെ, അതിൻ്റെ അടുത്ത സ്ഥലം ആയിക്കോട്ടെ, സ്വർഗ്ഗം ആയിക്കോട്ടെ, ഇവിടെ എല്ലാം ഡാൻറ്റെ പോകുമ്പോൾ ഡാൻറ്റെ കാണുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിലിംഗ്, അത് തന്നെയാണ് ഈ ബുക്കിനെ വളരെയധികം വ്യത്യസ്തമാക്കുന്നത്. ആൻഡ് പലർക്കും ഇത് സത്യമാണോ എന്ന് പോലും തോന്നുന്ന രീതിയിലാണ് ഡാൻറ്റെ ഇതിനകത്ത് പല കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ആൻഡ് ഈ ബുക്കിനകത്ത് പറയുന്ന നരകത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കവിത തുടങ്ങുന്നത് ഡാൻറ്റെ ഒരു ഒറ്റപ്പെട്ട ഒരു വനത്തിൽ നിൽക്കുന്നിടത്തുനിന്നാണ്. ഒരു ഇരുണ്ട വനം, സെൽവ ഒസ്കൂറ എന്ന് പറയുന്ന ഒരു ഇരുണ്ട വനം. ആൻഡ് ഈ വനം ഭൂമിയുടെയും നരകത്തിൻ്റെയും ഇടയിലുള്ള ഒരു സ്പേസ് ആണ്. അപ്പം ഇവിടെ ഡാൻറ്റെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കുന്നുണ്ട്. ഈ കുന്നിൻ്റെ പുറത്ത് പോയാൽ മാത്രമേ ഡാൻറ്റേക്ക് ഇനി മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ പോകാൻ ശ്രമിക്കുന്ന സമയത്ത് ഡാൻറ്റെ 3 മൃഗങ്ങൾ തടയുകയാണ്. ഒരു ലെപ്പേർഡ്, ഒരു ലയൺ ആൻഡ് എ ഷീ വോൾഫ്. ആൻഡ് ഈ 3 മൃഗങ്ങൾ 3 വികാരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ലെപ്പേർഡ് കാമത്തിനെയും, സിംഹം അഹങ്കാരത്തിനെയും, ആൻഡ് ഷീ വോൾഫ് അമിതമായ ആഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഡാൻറ്റേക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ആ സമയത്താണ് റോമൻ കവിയായ വിർജിൽ എന്ന ആൾ ഡാൻറ്റയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആൻഡ് ഈ റോമൻ കവിയായ വിർജിൽ ഓൾറെഡി മരിച്ച ഒരാളാണ്. അയാളുടെ ആത്മാവാണ് ഡാൻറ്റയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആൻഡ് അവിടെ നിന്ന് വിർജിൽ ഡാൻറ്റയെ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്, നരകത്തിലേക്ക് ഗൈഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട ഡാൻറ്റെ എവിടെ ചെല്ലുന്നു വെച്ച് കഴിഞ്ഞാൽ നരകത്തിൻ്റെ വാതിലിൻ്റെ മുന്നിൽ എത്തുന്നു, ദ മെയിൻ ഗേറ്റ് ഓഫ് ഹെൽ. ആൻഡ് വാതിലിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ പ്രവേശിക്കുന്നവർ എല്ലാ പ്രതീക്ഷകളും ഉപേക്ഷിക്കുക, അബാൻഡൻ ഓൾ ഹോപ്പ് എ ഹു എൻ്റർ ഹിയർ. അങ്ങനെ അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ അതിനകത്ത് കയറിയ ഡാൻറ്റെ ആദ്യം കാണുന്നത് നിസ്സംഗതയുടെ മേഖലയാണ്, എന്ന് വെച്ചാൽ ദ വെസ്റ്റിബ്യൂൾ ഓഫ് ഹെൽ. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിച്ചിരുന്ന സമയത്ത് യാതൊരു നന്മയും യാതൊരു തിന്മയും ചെയ്യാത്ത ആൾക്കാരാണ് ഇവിടെ കിടക്കുന്നത്. അതായത് പ്രത്യേകിച്ച് യാതൊരു ഉപയോഗമില്ല, ആർക്കും ഒരു നന്മയും ചെയ്തിട്ടില്ല, ആർക്കും ഒരു തിന്മയും ചെയ്യാണ്ട് മടി പിടിച്ച് കിടക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരാണ് ഇവിടെ കിടന്ന് കുറേ കഷ്ടപ്പെടുന്ന, ഇവിടെ അവർക്ക് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഡാൻറ്റെ ഇതിനകത്ത് വിവരിക്കുന്നുണ്ട്. ആൻഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്കൈറോൺ എന്ന് പറയുന്നൊരു റിവറുണ്ട്. ഈ പറയുന്നൊരു റിവർ കടന്നാൽ മാത്രമേ ഡാൻറ്റേക്ക് നരകത്തിൻ്റെ 9 സർക്കിൾസിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഡാൻറ്റെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നരകം എന്ന് പറയുന്നത് 9 സർക്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 9 കോൺസെൻട്രിക് സർക്കിൾസ്. ആൻഡ് ഔട്ടർ ടു ഇന്നറിലോട്ട് ആ ഒരു സർക്കിളിൻ്റെ ആ ഒരു ഡയമീറ്റർ ഇങ്ങനെ കുറഞ്ഞ് വരും. അപ്പോൾ ആ ഒരു സർക്കിളിൽ ഏറ്റവും പുറത്തുള്ളതെന്ന് പറഞ്ഞാൽ ശിക്ഷ കുറഞ്ഞ, അതായത് കാഠിന്യം കുറഞ്ഞ പാവങ്ങളും, ഏറ്റവും താഴെയുള്ളത് വളരെ കാഠിന്യമായ പാവങ്ങൾക്കുള്ള ശിക്ഷകൾ കൊടുക്കുന്ന സ്ഥലം എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഡാൻറ്റെ എത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് ലിംബോ എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ലിംബോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി ശാരീരികമായിട്ടുള്ള ഒരു പീഡനങ്ങളും ഇല്ല. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ വിശ്വസിക്കാത്ത ആൾക്കാർ പക്ഷേ സ്റ്റിൽ നന്മ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അതായത് നന്മ ചെയ്യുന്നുണ്ട്, അവർ നല്ലത് മാത്രമേ ചെയ്യുന്നുള്ളൂ, പക്ഷേ അവർ ദൈവത്തെ വിശ്വസിക്കുന്നില്ല. സോ ഇവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ച് ശിക്ഷയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരിക്കലും ദൈവത്തെ നേരിട്ട് കാണാൻ പറ്റില്ല. അവർക്കറിയാം ദൈവം ഇവിടെ ഉണ്ട്, ദൈവം എന്ന് പറയുന്നൊരു വെളിച്ചം, ശക്തി ഇവിടെ ഉണ്ട്. പക്ഷേ അവർക്കൊരിക്കലും ദൈവത്തിൽ വിശ്വസിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവർക്കൊരിക്കലും ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല, ദൈവത്തെ കാണാൻ കഴിയുന്നില്ല. പക്ഷേ ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവരൊരു കൊട്ടാരത്തിലാണ് ജീവിക്കുന്നത്. ബട്ട് ദേ വിൽ നെവർ സീ ഗോഡ്. അതാണ് ഒന്നാമത്തേന്ന് പറയുന്നത്. ആൻഡ് രണ്ടാമത്തെ സർക്കിൾ എന്ന് പറയുന്നത് കാമം, ലസ്റ്റിനുള്ള ശിക്ഷയാണ് രണ്ടാമത്തെ ആ ഒരു സർക്കിളിൽ കൊടുക്കുന്നത്. ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കൊടുങ്കാറ്റ് അടിക്കുന്നുണ്ട്. ആ കൊടുങ്കാറ്റിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രണം വിട്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അത് വളരെ സിവിയർ ആയിട്ട്, അല്ലെങ്കിൽ വളരെ ഒരു ഇൻറ്റൻസ് ആയിട്ടാണ് പുള്ളി പറയുന്നത്. അതായത് കൊടുങ്കാറ്റിൽ അവർക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റുന്നില്ല, അവർ നിരന്തരമായിട്ട് അങ്ങനെ ആ കൊടുങ്കാറ്റ് അവരെ വലിച്ചഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ രണ്ടാമത്തെ സർക്കിളായ കാമം അല്ലെങ്കിൽ ആ ലസ്റ്റിന് കൊടുക്കുന്ന ശിക്ഷയെന്ന് ഡാൻറ്റെ പറയുന്നത്. ആൻഡ് മൂന്നാമത്തെ സർക്കിൾ, തേർഡ് സർക്കിൾ എന്ന് പറയുന്നത് ഗ്ലുട്ടണി അല്ലെങ്കിൽ അമിതമായ ഭക്ഷണം കഴിക്കുന്നവർക്ക് കൊടുക്കുന്ന
ശിക്ഷ എന്നുള്ള രീതിയിലാണ് മൂന്നാമത്തെ സർക്കിളിനെ കുറിച്ച് ഡാൻഡെ പറയുന്നത്. ഇവിടുത്തെ ശിക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തികെട്ട ചെളിയിലും മണ്ണിലും അങ്ങനെ ഒരു പന്നികളൊക്കെ കൊണ്ടിടുന്ന ഒരുപോലത്തെ ഒരു സ്ഥലത്തിൽ അവരെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുകയാണ്. അവർ അതിനകത്ത് കിടന്ന് കഷ്ടപ്പെടുകയാണ്. അതായത് ഭൂമിയിൽ ഒരുപാട് ആഹാരം കഴിച്ച് ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്ത് അങ്ങനത്തെ മടി പിടിച്ചിരുന്ന ആൾക്കാർക്ക് അവിടെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട്, അതായത് ഒട്ടും വൃത്തിയില്ലാത്ത ഒരു സ്ഥലത്ത് അവരവിടെ കിടന്ന് ഇവിടെ ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ എന്താണ് അവർ അനുഭവിച്ചത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു സംഭവത്തിൽ അവരവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. ഇതാണ് മൂന്നാമത്തെ വൃത്തമായ ഗ്ലുട്ടണി അല്ലെങ്കിൽ അമിത ഭക്ഷണം എന്ന് പറയുന്നതിന് കൊടുക്കുന്ന ശിക്ഷയായിട്ട് ഡാൻഡെ പറയുന്നു. ആൻഡ് നാലാമത്തെ വൃത്തം പിശുക്കും അമിതവ്യയവും, അതായത് അമിതമായിട്ട് ചിലവാക്കുന്നതും പിശുക്ക് കാണിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ശിക്ഷയാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്ന് ആൾക്കാർ, അതായത് ഒരു മല പോലത്തെ ഒരു സ്ഥലത്തിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ആൾക്കാർ പാറകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് പാറകൾ തള്ളുന്നത് പിശുക്ക് കാണിക്കുന്ന ആൾക്കാരാണ്. ആൻഡ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പാറ തള്ളുന്നത് കുറച്ച് അമിതമായിട്ട് ചിലവാക്കുന്ന ആൾക്കാരാണ്. ആൻഡ് ഇവർ രണ്ടുപേരും പാറ തള്ളി ഒരു പോയിന്റിലെത്താണ്. ആൻഡ് ആ പോയിന്റിൽ എത്തുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അത് അങ്ങോട്ട് തള്ളാൻ, ഈ പിശുക്കിൻ്റെ ആൾക്കാർ അമിതമായിട്ട് ചിലവാക്കുന്നവരുടെ സൈഡിലോട്ട് അത് തള്ളാൻ ശ്രമിക്കുന്നു. ആൻഡ് അമിതമായിട്ട് ചിലവാക്കുന്നവർ പിശുക്ക് ഉള്ള ആൾക്കാരുടെ സൈഡിലോട്ട് തള്ളാൻ ശ്രമിക്കുകയാണ്. അതായത് രണ്ട് ഓപ്പോസിറ്റ് രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരെ രണ്ട് രീതിയിൽ കഷ്ടപ്പെടുത്തിയ ശേഷം ആ ഒരു പോയിന്റിൽ വന്നിട്ട് ഞങ്ങളിൽ ആരാണ് ശരി എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഞാനാണ് ശരി എന്നുള്ള രീതിയിൽ അവർ അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിവെക്കുകയാണ്. ഇതാണ് നാലാമത്തെ ഒരു വൃത്തത്തിൽ അല്ലെങ്കിൽ നാലാമത്തെ ഫോർത്ത് സർക്കിളിൽ പറയുന്നത്. ആൻഡ് ഫിഫ്ത്ത് സർക്കിൾ കോപം, ദേഷ്യം, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കുള്ള ഒരു ശിക്ഷയെക്കുറിച്ചാണ് ഈ ഫിഫ്ത്ത് സർക്കിളിനെ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് പറഞ്ഞാൽ സിറ്റ്സ് എന്ന് പറയുന്ന ഒരു ചതുപ്പ് നിറഞ്ഞ ഒരു നദിയുണ്ട്. ഈ നദിയുടെ പുറത്തും അകത്തും ആൾക്കാരുണ്ട്. അപ്പോൾ പുറത്ത് എന്താണെന്ന് വെച്ചാൽ നദിയുടെ പുറമെന്ന് പറയുമ്പോഴേക്കും നദിയുടെ സർഫസിൽ ഒരുപാട് ആൾക്കാർ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ തമ്മിൽ പരസ്പരം കടിച്ച് കീറുകയും അടിക്കുകയും ഇടിക്കുകയൊക്കെ ചെയ്യണം. അതായത് അവരുടെ ദേഷ്യത്തിൻ്റെ ഒരു ഇൻറ്റൻസ് വേർഷൻ അവരവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ നദിയുടെ അടിത്തട്ടിലും ആൾക്കാരുണ്ട്. അപ്പം ഈ നദിയുടെ അടിത്തട്ടിലുള്ള ആൾക്കാരെ എന്താണ് സൂചിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ദേഷ്യം ഭയങ്കരമായിട്ട് വന്നാലും മനസ്സിനകത്ത് തന്നെ കടിച്ച് പിടിച്ച് വെച്ചിട്ട് അകത്ത് നിന്ന് തന്നെ ഒരുപാട് പല്ലെറിഞ്ഞ് അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഈ നദിയുടെ അടിത്തട്ടിലുള്ളവരായിട്ട് സംസാരിക്കുന്നത്. അപ്പം ആ നദിയുടെ അടിത്തട്ടിൽ ഈ പറഞ്ഞ മാതിരി ദേഷ്യം ഒരുപാട് ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന ആൾക്കാർ അവിടെ നിന്ന് പറയുന്നുണ്ട്. അവർ പറയുന്ന സംസാരം എല്ലാം കുമിളകളായിട്ട് നദിയുടെ മുകളിൽ വരുന്നതെന്നും കാണിക്കുന്നുണ്ട്. ഇതാണ് ആ അഞ്ചാമത്തെ സർക്കിളിനെ കുറിച്ച് പറയുന്നത്. ആൻഡ് സിക്സ്ത് സർക്കിൾ, ആൻഡ് ഇവിടെ തൊട്ടാണ് ഇത് കുറച്ചുകൂടെ ഒന്ന് ഇൻറ്റൻസ് ആയി തുടങ്ങുന്നത്. അതായത് സിക്സ്ത് സർക്കിളിലെ ശിക്ഷ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മതനിന്ദ, അതായത് മതത്തെയും ദൈവത്തെയും നിന്ദിക്കുന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇവിടെ പറയുന്ന ശിക്ഷ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തീ കത്തുന്ന ശവക്കല്ലറയ്ക്കുള്ളിൽ ഇവരെ അടച്ചിടുന്നു. മരണശേഷം ആത്മാവിന് ജീവിതം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, അതായത് ദൈവത്തിൽ ആക്ച്വലി ഒരു രീതിയിലും വിശ്വസിക്കാത്ത ആൾക്കാർ, അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ പെർമനൻ്റ് ആയിട്ട് ആ ഒരു ശവക്കല്ലറയ്ക്കകത്ത് അവരെ അടയ്ക്കപ്പെടുന്നു. ആൻഡ് ജസ്റ്റ് അവിടെ കിടക്കുന്നതല്ല, ആ ശവക്കല്ലറകളെല്ലാം കത്തിക്കൊണ്ടിരിക്കുകയാണ്. തീ കത്തുന്ന ശവക്കല്ലറയ്ക്കകത്ത് അവരെ കിടക്കുന്നത് അവർ ഡാൻഡെ കാണുന്നു എന്നാണ് പറയുന്നത്. അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. ആൻഡ് സെവൻത്ത് സർക്കിൾ, ഏഴാമത്തെ വൃത്തം, അവിടെ തൊട്ടാണ് ഈ പറയുന്ന വൃത്തങ്ങളെ കുറച്ചുകൂടെ സബ് ലെവൽസ് ആയിട്ട് പറയുന്നത്. അതായത് ഇതുവരെ ഓരോ സർക്കിളിനകത്ത് ആൾക്കാർ കിടക്കുകയാണെങ്കിൽ ഈ ഏഴാമത്തെ വൃത്തം മുതൽ അതിനകത്ത് ഒരു സർക്കിളിനകത്ത് തന്നെ സബ് സർക്കിൾ പോലെ ചെറിയ കുഴികൾ ഡാൻഡെ കാണുന്നുണ്ട്. അപ്പം ഏഴാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയലൻസ്, അക്രമങ്ങൾക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് ഏഴാമത്തെ വൃത്തത്തിൽ പറയുന്നത്. ആൻഡ് ഇവിടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 സർക്കിൾസിനെ ഡാൻഡെ കാണുന്നുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ തന്നെ കൊലപാതകികൾക്ക് കൊടുക്കുന്ന സർക്കിളാണ്. അവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിളയ്ക്കുന്ന രക്തപ്പുഴയിൽ അവർ കിടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ കരയ്ക്ക് അറിയാൻ ശ്രമിക്കുമ്പോഴേക്കും സെൻറ്റേഴ്സ് എന്ന് പറയുന്ന കുതിരയുടെ ഉടലുള്ള ആൾക്കാർ അവരെ അമ്പ ചെയ്ത് വീഴ്ത്തുന്നു. ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു രക്തപ്പുഴ, അതിനകത്ത് ഈ ആൾക്കാരെല്ലാവരും കിടക്കുകയാണ്. പക്ഷെ അവർക്ക് ഒരിക്കലും പുറത്തു വരാൻ പറ്റില്ല. പുറത്ത് വരാൻ ശ്രമിക്കുമ്പോഴേക്കും സെൻറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി അവരെ അമ്പ ചെയ്ത് തിരിച്ച് അതിനകത്തോട്ട് തന്നെ ഫോഴ്സ് ചെയ്തിടുന്നു. ഇതാണ് കൊലപാതകികൾക്ക് കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം ആത്മഹത്യ ചെയ്യുന്നവർ അവിടെ മരങ്ങളായി മാറുന്നു എന്നാണ് ഡാൻഡെ പറയുന്നത്. മരങ്ങൾ, അതായത് മുള്ളുള്ള മരങ്ങളായി വരികയും ഹാർപ്പീസ് എന്ന് പറയുന്ന ഒരു തരം ജന്തുക്കൾ ആ പറയുന്ന മരങ്ങളുടെ ഇലകൾ തിന്നുകയും ആ മരങ്ങളെ മുറിവേൽപ്പിക്കുകയും അങ്ങനെ പല രീതിയിലുള്ള പീഡനങ്ങൾ കൊടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ആൻഡ് മൂന്നാമത്തെ കുറ്റം, അതായത് ദൈവത്തിനെതിരെ വയലൻസ് അഴിച്ചുവിടുന്നവർ, അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കത്തുന്ന മണൽ, അതായത് ലിറ്ററലി ഒരു സാൻഡ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. കത്തുന്ന മണലിൽ തീമഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് താഴെയും മുകളിലും നിന്ന് അവർ കത്തിക്കൊണ്ടിരിക്കുക. താഴെ അവർ മണലിൽ നിന്ന് കത്തുകയാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം മുകളിൽ നിന്ന് തീമഴ അവരുടെ ദേഹത്തോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ ഒരു ഏഴാമത്തെ സർക്കിൾ പറയുന്നത്. ആൻഡ് അത് കഴിഞ്ഞ് എട്ടാമത്തെ സർക്കിൾ എന്ന് പറയുന്നത് ഫ്രോഡ്ലൻസ്, അതായത് വഞ്ചന കുറ്റം ചെയ്യുന്നവർക്കെതിരെയാണ്. ആൻഡ് ഇതിന് ഏറെക്കുറെ ഒരു 10 വൃത്തമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ 10 ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനകത്ത് പറയുന്ന ശിക്ഷകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 തരം ആൾക്കാർ, 10 തരത്തിലുള്ള വഞ്ചനകളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്.
അതിലൊരു ശിക്ഷ എന്ന് പറയുന്നത് ഈയം, അതായത് അയൺ കൊണ്ട് നിർമ്മിച്ച ഭയങ്കര വെയിറ്റുള്ള ഒരു വസ്ത്രം ധരിപ്പിക്കുന്നു. അതിൻ്റെ കള്ളന്മാരായിട്ടുള്ള ആൾക്കാരെ പാമ്പുകൾ വരിഞ്ഞ് മുറുക്കി അവരതിനകത്ത് കുത്തുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പിന്നെ കുറേ കഴിയുമ്പോൾ പാമ്പുകളുടെ ശരീരമായിട്ട് കള്ളന്മാരൊക്കെ മാറുന്നു. ആൻഡ് വ്യാജ ഉപദേശം കൊടുത്തവർ, അതായത് ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാർ, ഫോൾസ് ആയിട്ടുള്ള ഉപദേശം കൊടുക്കുന്നവർ തീജ്വാലകളിൽ ഇൻറ്റൻസ്, അതായത് നിത്യമായ അഗ്നിയിൽ കത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് 8ാമത്തെ വൃത്തത്തിൽ പറയുന്നത്. ആൻഡ് ഏറ്റവും ലാസ്റ്റ് വൺ, 9th, ദ മോസ്റ്റ് ഇൻറ്റൻസ് തിങ്, അതായത് നരകത്തിലെ ഏറ്റവും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു സർക്കിളാണിതെന്ന് പറയുന്നത്. ഏറ്റവും പാപികൾക്ക് ഏറ്റവും വലിയ പാപമായിട്ട് കൺസിഡർ ചെയ്യുന്നതും ഈ ഒരു വൃത്തത്തിൽ പറയുന്ന കാര്യമാണ്. ഇവിടെ തന്നെയാണ് ഏറ്റവും വലിയ പാപികളെ കൊണ്ടുവരുന്നത്. ആൻഡ് ഈ ഒരു വൃത്തത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പറയുന്ന പാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസവഞ്ചനയാണ്. അതായത് വിശ്വസിക്കുന്ന ഒരാളെ വഞ്ചിക്കുക. അതാണ് ഈ ഡാന്റെയുടെ ആ ഒരു വർക്ക് പ്രകാരം ഏറ്റവും ഇൻറ്റൻസ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പാപമായിട്ട് പറയുന്നത്. ആൻഡ് ഇവിടുത്തെ ശിക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊരു നദിയുടെ അടിയിൽ തണുത്ത ഉറഞ്ഞങ്ങ് കിടക്കുകയാണ്. അതായത് ഒരു ഫ്രോസൺ ലേക്ക്. ആ ഫ്രോസൺ ലേക്കിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ പല ലേയേഴ്സായിട്ട് ആൾക്കാർ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ നടുക്ക് ലൂസിഫർ എന്ന് പറയുന്ന ആരാണെന്ന് നിങ്ങൾക്കറിയാം. ലൂസിഫർ നിൽക്കുകയാണ്. ആൻഡ് ലൂസിഫറിൻ്റെ ഓരോ വായയിലും, അതായത് ലൂസിഫറിന് ഒരുപാട് ഹെഡ്സ് ഉണ്ടെന്നാണ് ഡാൻ്റെ പറയുന്നത്, ഒരുപാട് തലകളുണ്ട്. ആൻഡ് ഈ തലയുടെ ഓരോ വായിലും ഓരോ വഞ്ചകർ നിൽക്കുകയാണ്. അതായത് ഈ പറയുന്ന ഒരു മോൾട്ടൺ, അതായത് ഈ ഐസിനകത്ത് നിന്ന് ഓരോ ആൾക്കാരെ എടുത്തിട്ട് ലൂസിഫറിൻ്റെ ഓരോ വായിൽ നിന്ന് പുള്ളി കടിക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം അവരെ തിരിച്ച് വീണ്ടും ഐസിലോട്ട് തന്നെ എന്നേക്കുമായിട്ട് ആ ഒരു തണുത്തുറഞ്ഞ ഒരു തടാകത്തിൽ കിടക്കാൻ വേണ്ടിയിട്ട് ലൂസിഫർ തന്നെ വിടുകയാണ്. അതായത് ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പെയിനും അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്നു, മുറിവുണ്ടാക്കുന്നു. ശരീരത്തിൽ മുറിവുണ്ടായ ശേഷം വീണ്ടും ആ ഒരു ഐസിൽ പോകുന്ന ആ മുറിവ് ഉണങ്ങിയ ശേഷം വീണ്ടും ലൂസിഫർ അവരെ ഉപദ്രവിക്കുന്നു. ആ ഒരു ഇതിലോട്ടാണ് പോകുന്നത്. ആൻഡ് ഈ പറയുന്നതാണ് നരകത്തിനകത്തുള്ള ഒരു 9 സർക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ഇത് കഴിഞ്ഞ ശേഷം ഡാൻഡെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡാൻഡയ്ക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം ശുദ്ധീകരണം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് എത്തണം. അപ്പോൾ അവിടെ നിന്ന് ഡാൻഡെ എങ്ങനെ രക്ഷപ്പെടുന്നു ആൻഡ് എങ്ങനെ അവിടെ എത്തുന്നു എന്നുള്ളതൊക്കെയാണ് അടുത്ത ഒരു ഇതിലോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ, അത് കഴിഞ്ഞ ശേഷം ഡാൻഡെ എങ്ങനെ സ്വർഗത്തിലോട്ട് എത്തുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞു പോയപ്പോഴേക്കും ഞാൻ പല കാര്യങ്ങളും സ്കിപ്പ് ചെയ്ത് പോയതാണ്. പക്ഷെ ഇതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ വളരെ ഇൻറ്റൻസ് ആയിട്ടൊക്കെ പറയുന്നുണ്ട്. ഒരുപാട് വാള് കൊണ്ട് മുറിക്കുന്നതും അമ്പെയ്തിടുന്നതും ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ മുറിച്ചൊക്കെ ഇട്ട് പല ഭയങ്കര, ആ ഒരു ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. ആൻഡ് അതിനകത്ത് വളരെ കൃത്യമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് എന്തൊക്കെ പീഡനങ്ങളാണ് കൊടുക്കുന്നത്, എന്തൊക്കെ രീതിയിലാണ് ആൾക്കാർ അതിനകത്ത് പീഡിപ്പിക്കപ്പെടുന്നതെന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബുക്ക് ജസ്റ്റ് ഒന്ന് PDF ആയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. ദി ഡിവൈൻ കോമഡി എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം അതാണ് ഈ ഒരു സംഭവത്തിലുള്ളത്. അപ്പം ഇനി അടുത്ത് ഡാൻഡെ എങ്ങനെ ആ ഒരു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു, നരകത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു, അത് കഴിഞ്ഞിട്ട് എങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തിലോട്ട് എത്തുന്നു, അവിടെ നിന്ന് എങ്ങനെ സ്വർഗത്തിലോട്ട് എത്തുന്നു, ഇതൊക്കെയാണ് ഇനി പറയാനുള്ളത്. പക്ഷെ അതൊക്കെ ഒരു അടുത്ത വീഡിയോയിലോട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോ വേണ്ടെന്നുള്ളത്. സോ ഞാനെങ്കിൽ അത് അടുത്ത വീഡിയോയിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഡാൻഡെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്, എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സൈനിങ് ഓഫ്, അജിത്ത്.